മൂന്നാം മോദി മന്ത്രിസഭയിൽ 7 വനിതാ മന്ത്രിമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിർമ്മല സീതാരാമൻ ക്യാബിനറ്റ് മന്ത്രിയായും അന്നപൂർണ ദേവി, അനുപ്രിയ പട്ടേൽ, ശോഭ കരന്തലജെ, രക്ഷാ നിഖിൽ ഖഡ്സെ, സാവിത്രി ഠാക്കൂർ, നിബുബൻ ബാംബാനിയ എന്നിവർ സഹമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മുൻ മോദി സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഇത്തവണയും ധനകാര്യം തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് കൂടിയാണ് നിർമ്മല സീതാരാമൻ. നേരത്തെ പ്രതിരോധ വകുപ്പും നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിലെ കോഡർമയിൽ നിന്നുള്ള MP-യായ അന്നപൂർണ ദേവി പാർലമെന്റിലെത്തുന്നത് ഇത് 2ാം തവണയാണ്. മുൻ മോദി സർക്കാരിലും സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്നാദൾ എസ് നേതാവ് അനുപ്രിയ പട്ടേൽ ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ ലോക്സഭാംഗമാണ്. കർണാടകയിൽ നിന്നുള്ള BJP വനിതാ നേതാവ് ശോഭ കരന്തലജെ ബംഗളൂരിൽ നിന്ന് ജയിക്കുന്ന ആദ്യ വനിതാ MP കൂടിയാണ്. കഴിഞ്ഞ മോദി സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു ശോഭ. മഹാരാഷ്ട്രയിലെ രാവേർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ രക്ഷാ നിഖിൽ ഖഡ്സെ NCP നേതാവ് ഏക്നാഥ് ഖഡ്സെയുടെ മരുമകളാണ്. ഇത് 3ാം തവണയാണ് രക്ഷ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള BJP വനിതാ നേതാവ് സാവിത്രി ഠാക്കൂർ 2ാം തവണയാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. ഗുജറാത്തിലെ ഭാവ്നഗർ മണ്ഡലത്തിലെ BJP MP നിമുബൻ ബാംബാനിയെയും കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.